ഇരുമ്പുപാലത്താണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. ഇവിടുന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞാണ് പോകാൻ പോകുന്നത്. പോകാൻ വഴിക്കുള്ള കാഴ്ചകളാണ്. ഓക്കെ കായ് നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ ഇരുമ്പുപാലത്ത് നിന്ന് പഴംപിളിച്ചാറിൻ്റെ റൂട്ടിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഇരുമ്പാലത്ത് നിന്ന് കയറി കഴിഞ്ഞാൽ ഫസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു വെള്ളച്ചാട്ടമുണ്ട്. എൻ്റെ ബാക്കിലുണ്ട്. മഴയായതുകൊണ്ട് ഞാൻ കുടയൊക്കെ ചൂടിയിരിക്കണേ. ആ വെള്ളച്ചാട്ടം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇരുമ്പുപാലത്ത് തന്നെ വഴി കേട്ടോ. ഇരുമ്പുപാലത്ത് തന്നെ വഴി ഇത് ഇങ്ങനെ പഴംപിളിച്ചാറിലേക്കാണ് വഴിയാണത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കൊരു ഇവിടെ താഴോട്ടിറങ്ങി പോകാൻ ചെറിയ വഴിയുണ്ട്. അവിടെ നിന്ന് നമുക്കൊരു വെള്ളച്ചാട്ടം ഉണ്ടോ കാണിച്ചു തരാവേ. ചെറിയ വെള്ളച്ചാട്ടമല്ല, നല്ല കിടുക്കാച്ചി വെള്ളച്ചാട്ടമാണ്. അടിപൊളി വെള്ളച്ചാട്ടം എന്ന് വെച്ചാൽ അടിപൊളി വെള്ളച്ചാട്ടമാണ്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അതിൻ്റെ വീഡിയോ അതിനടുത്തൊന്നും പോകുന്നുണ്ട്. കണ്ടോ കണ്ടോ വെള്ളച്ചാട്ടം കണ്ടോ, നല്ല അടിപൊളി. നമ്മൾ വാളറ ചീയപ്പാറ വാട്ടർ പാർക്സ് കഴിഞ്ഞ് പോരുമ്പോൾ ഇതുപോലൊരു വേറെ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റില്ല, ഇവിടെ ഉള്ളൂ. അടിപൊളിയല്ലേ കണ്ടോ. ഇരുമ്പാലിൽ നിന്ന് കുറച്ച് പോകുന്ന കിട്ടുക വെള്ളച്ചാട്ടം കാണാൻ. അവിടെ നിന്ന് വെള്ളച്ചാട്ടം കണ്ട് കയറി വന്നു. ഇത് പടിക്കപ്പ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. പടിക്കപ്പ് റേഷൻ കട പടി. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് കണ്ടോ, ഒരു പള്ളിയുണ്ട്. അപ്പോൾ ഈ പള്ളിയുടെ ഇവിടെ നിന്നുള്ള നേരെ വഴിക്കാണ് നമ്മളിനി താഴോട്ടിറങ്ങി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് പടിക്കപ്പ് പള്ളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എടക്കാട് കയറ്റം എന്ന് പറഞ്ഞ കയറ്റം കേട്ടോ. ഇവിടെ ഒരു പാറയിൽ തേനൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കി കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ കാണിച്ചു തരാം. തേനൊക്കെ ഉണ്ടായി തൂങ്ങി കിടക്കണ്ടേ, കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. ഇവിടെ കാണാനൊക്കെ നല്ല രസമാണ്. നല്ല പച്ചപ്പും നല്ല കിടിലം പ്ലേസ്. ഇവിടെ ഒരു തേനുണ്ടായി കിടക്കുന്നുണ്ട് പാറയിൽ. ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഗായ്സ് നമ്മൾ എടക്കാട് കയറ്റത്തിലാണ് നിൽക്കണേ. അപ്പോൾ ഗായ്സ് ഇതാണ് എടക്കാട് കയറ്റം. ഇവിടെ വരുമ്പോൾ ഇവിടെ പാറയുണ്ട്. പാറയിൽ തേനൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ, കാണിച്ചു തരാം കേട്ടോ. ചെറിയ മഴയൊക്കെ വരുന്നുണ്ട്. അവിടെ ഒരു തേനുള്ളൂ, നിറച്ച് തേനുണ്ടായിരുന്നു കേട്ടോ. പാറ ഉണ്ടോ, വലിയ പാറ ഉണ്ടോ, പാറയിൽ തേൻ കിടക്കുന്നുണ്ട്. ഞാൻ സൂം ചെയ്ത് നോക്കട്ടെ, കാണാൻ പറ്റുമെന്ന്. കണ്ടോ തേൻ കിടക്കണുണ്ടോ. ആരും എടുക്കാതെ നല്ല അടിപൊളിയായിട്ട് തേനീച്ച കൊണ്ടുപോയി കൂട് കൂട്ടി വെച്ചേക്കണേ. അവിടെ നിറച്ചുണ്ടാവാറുണ്ട്. അപ്പോൾ അത് അപ്പുറ സൈഡിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അതേ കണ്ടോ അവിടെ കിടക്കുന്നുണ്ട്. ആ സൈഡിൽ ആർക്കും എടുക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ സെറ്റപ്പിലാണ് തേനീച്ച കൂടുണ്ടാക്കി വെച്ചാൽ കണ്ടോ. ഈ പടിക്കപ്പ് കുടിയാണ് താഴെ ചെന്ന് കഴിഞ്ഞാൽ പടിക്കപ്പ് കുടി. ആ കുടിയിൽ നിന്ന് നേരെ നമ്മൾ പഴംപിളിച്ചാൽ അങ്ങനെ ആ വഴി അങ്ങോട്ടേ പോവുകയാണ്, മാമലക്കണ്ടം. ഇതാണ് ഇപ്പോൾ പടിക്കപ്പ് കുടി എന്ന് പറഞ്ഞ സ്ഥലം. നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് കണ്ടോ. ഇവിടുന്ന് റൈറ്റ് വേണേ കുറത്തുകുടിയൊക്കെ പോണ വഴിയാണ് കണ്ടോ. റൈറ്റ് കുറത്തുകുടി അങ്ങോട്ട് ഭാഗത്തേക്ക് പോണ വഴിയാണ്. ഇവിടെ ചായക്കടയും സംഭവം കണ്ടിട്ടുണ്ട്. നല്ല കിടിലൻ ചായ കിടുന്ന കടയാണ്. അമ്പലത്തിന്റെ ഒരു പണ്ടാരക്കുറ്റിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ലെഫ്റ്റ് തിരിഞ്ഞ് പഴംപിളിച്ചാലൊക്കെ പോണ വഴി കേട്ടോ. നല്ലൊരു നാട്ടുപ്രദേശത്തേക്ക് വന്നാലേ നല്ല അടിപൊളി സ്ഥലമാണ്. പ്രകൃതിരമണീയമായിട്ടുള്ള സ്ഥലം കണ്ടോ. ബാക്കിലൊക്കെ നോക്കി, സൈഡിൽ നോക്കി, നല്ല തോടും കണ്ടോ. ഇപ്പൊ നമ്മളിവിടുന്ന് കയറി ചെല്ലുമ്പോൾ ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ. അത് നല്ല രസമുണ്ട് ഇവിടെ കാണാനൊക്കെ, പള്ളിയുടെ ഭാഗങ്ങളൊക്കെ. ഇപ്പൊ നമ്മൾ ഇതിലൂടെ വന്നപ്പോൾ ഒരു പള്ളി കണ്ടു. നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ വരാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഒരു പള്ളി കണ്ടോ, ഒരു ഉണ്ണീശോയുടെ പള്ളിയാണെന്നുള്ളത് കേട്ടോ. നല്ല രസമല്ലേ കാണാനൊക്കെ, അടിപൊളിയല്ലേ. നല്ല മഞ്ഞും കോടമഞ്ഞും ഇത് കണ്ടോ, മലയും ഒക്കെ കണ്ടോ. എന്ത് രസമാണ് കാണാൻ, അടിപൊളി സൂപ്പർ. പരിച്ചക്കല്ല് ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ഒരു അമ്പലമുണ്ട്. ഒരു വലിയൊരു പാറയാണ്. പാറയില് ആയിട്ടാണ് അമ്പലം. പാറയാണ് വലിയ, അതിൻ്റെ അടുത്താണ് അമ്പലം. ശിവപാർവതി സ്വയംഭൂ ക്ഷേത്രമാണ് അത്. അപ്പോൾ നമ്മൾ പരിച്ചക്കല്ല് വന്നപ്പോൾ അമ്പലത്തിന് മുമ്പിലാണ്. ശിവപാർവതി ക്ഷേത്രമാണ്, സ്വയംഭൂ ക്ഷേത്രം. ബാക്കിലുണ്ടോ വലിയൊരു കല്ലാണ്, വലിയൊരു പാറ. വലിയ പാറയുടെ അവിടെയാണ് അമ്പലം. ഞാൻ പോയിട്ടില്ല, ഇവിടെ പോകുന്നുണ്ട്. പക്ഷേ അമ്പലത്തിൽ കയറാൻ പറ്റിയിട്ടില്ല. നല്ലൊരു അടിപൊളി സംഭവമാണ് ഇവിടെ കാണാനൊക്കെ. പക്ഷെ അങ്ങോട്ട് കയറിപ്പോകാൻ അമ്പലം അടച്ചിട്ടേക്കൂടാ, അവിടെ നമ്മൾ കയറി പോകുന്നില്ല. പാറയുടെ ചുറ്റിനുമാണ് നടക്കാനുള്ള നടപ്പാതയും കാര്യങ്ങളുണ്ട്. നമ്മൾ വരുന്ന വഴിയെന്ന് വെച്ചാൽ കാണിച്ചു തരാവേ. ഉണ്ടോ, ഈ വഴിയിലൂടെയാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. പിന്നെ ഈ അമ്പലം കഴിഞ്ഞിട്ട് നമ്മളിത് ഇങ്ങോട്ട് ഇങ്ങനെ പോകണതാണ്. ഇത് പഴംപിളിച്ചാൽ അങ്ങനെ അങ്ങോട്ട് പോകണ വഴി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഈ അമ്പലത്തിൻ്റെ ഒരു വ്യൂ കാണാം. ഉള്ളിലോട്ട് കയറി പോകുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ പഴംപിളിച്ചാലിലേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറക്കാം കേട്ടോ ഗൈസ്, ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പഴംപിളിച്ചാൽ എത്തണയ്ക്കുമ്പോൾ ഇവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ. ആ പള്ളി കാണിച്ചു തരാവേ. ഗൈസ് നമ്മളിത് പഴംപിളിച്ചാലിൽ പള്ളിയിലാണ് നിൽക്കുന്നത്. സെന്റ് മേരീസ് കത്തോലിക്ക പള്ളി. നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല വ്യൂ ആണ്. ബാക്കി മലകളും കാര്യങ്ങളായിട്ട് തീർ മഴ. ഇവിടുത്തെ പള്ളി നിങ്ങൾ കണ്ടോ, കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളിയല്ലേ. പുറകിൽ ഇതെല്ലാം മഞ്ഞും മലകളും ഒക്കെ ആയിട്ട് നല്ല സെറ്റായിട്ട്. സെന്റ് മേരീസ് കത്തോലിക്ക പള്ളി പഴംപിളിച്ചാലാണ്. ഇതിനൊക്കെ രസമുണ്ട്. ഈ മലയുടെ സൈഡിൽ ഇതിലൂടെ ഇങ്ങനെ കാണാനൊക്കെ ഒരു രസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ഈ പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി ഈ വഴിയിലൂടെ നേരെ ലെഫ്റ്റ് നമ്മളിങ്ങോട്ട് പോവുകയാണ്. ഈ റൈറ്റ് നമ്മൾ വഴിക്കാണ് വന്നത് കേട്ടോ. ഈ വഴിക്കാണ് നമ്മൾ വന്നത്. ഇരുമ്പാലത്ത് നിങ്ങൾ വന്ന വഴിയാണത്. നമ്മളിനി ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഗായ്സ് നമ്മളിത് പഴംപിളിച്ചാൽ ചപ്പാത്ത് എത്തിയിരിക്കുന്നതാണ് ആണോ. ഇതാണ് ചപ്പാത്ത് ആണോ, ചപ്പാത്ത് ആണോ. ഇവിടെ ഈ ഫുട്ബോളൊക്കെ വന്നതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളിത് പഴംപിളിച്ചാലിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇവിടെ
നമ്മുടെ ഫുട്ബോളിൻ്റെ ആരാധകരായിട്ടുള്ള ചേട്ടന്മാരും നമ്മുടെ ബ്രോക്കേഴ്സ് എല്ലാം ദേ ഇവിടെ സെറ്റായിട്ട് ഫുട്ബോളിൻ്റെ ബോർഡും കാര്യങ്ങളും വെക്കുകയാണ്. കണ്ടോ, റൊണാൾഡോയുടെ ബോർഡൊക്കെ വെക്കുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ 6 മൈൽ വഴി, ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ മാമലക്കണ്ടം. ആ ഇവിടെ വന്നപ്പോൾ കണ്ടോ, പഴംപുളിച്ചാലിൽ ചപ്പാത്തിൽ വന്നപ്പോൾ അതെ നമ്മളത് കണ്ടോ, ഇവിടെ അംഗമാണ് അംഗം. കണ്ടോ, അടിപൊളി. എന്നാ തയ്യാർക്കുമാണ് ഫുട്ബോളിനെ വരവേൽക്കാൻ വേണ്ടി എല്ലാവരും. ആണോ, ഇത് ഫ്രാൻസിൻ്റെ എല്ലാ അതിനും ഇവിടെ വെച്ചാൽ കേട്ടോ. ചപ്പാത്തിക്കാണ് നമ്മുടെ കേട്ടോ. ബ്രസീലിൻ്റെ ഒക്കെ നല്ല വെടിക്കെട്ട് കട്ടൗട്ടറാണ് ഇതിൻ്റെ മേളിൽ കയറ്റി വെച്ചാൽ കേട്ടോ. അടിപൊളി. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും ഇതേ ഫ്ലക്സൊക്കെ കെട്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണം. നമ്മുടെ ഇതേ കൂട്ടുകാരെല്ലാവരും ഉണ്ട് കണ്ടോ. എല്ലാം അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എങ്ങനെയാണ്? അടിപൊളി. അടിപൊളി. എല്ലാവരും അർമാദിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പഴംപുളിച്ചാൽ സിറ്റിയിൽ വന്നപ്പോൾ കണ്ടോ ഫുട്ബോളിനെ വരവേൽക്കാൻ ഏക രാജാവ് എന്ന് പറഞ്ഞു കണ്ടോ. പോർച്ചുഗൽ ഫാൻസ് അതുപോലെ ബാനറൊക്കെ തൂക്കിയുണ്ട് കണ്ടോ. അത് ഫ്രാൻസിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. അർജന്റീനയോടും ബ്രസീലിനോടും പാമ്പറ കണ്ടോ. അടിപൊളി വൈബ് കണ്ടോ. ബ്രസീൽ ഫാൻസ് ചില തിരിച്ചുവരവുകൾ ചരിത്രം എഴുതാനാണ് ബോർഡൊക്കെ വെച്ചാണോ. അത് അതുപോലെ തന്നെ അത് തോരണങ്ങളും ഒക്കെ തൂക്കി മിശുക കണ്ടോ. ബോർഡൊക്കെ വെച്ചാണോ. അപ്പോൾ നമ്മളിത് നിൽക്കുന്നുണ്ടോ പഴംപുളിച്ചാലിലാട്ടോ. ഇവിടെ 3 കൂടി ജംഗ്ഷനാണ്. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ കോതമംഗലം, ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ മാമലക്കണ്ടം, കുട്ടമ്പുഴ അങ്ങനെ ഭാഗത്തേക്ക് പോകണതാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പോയി കോതമംഗലം. അപ്പോൾ നമ്മൾ തിരിഞ്ഞ് ഇതിലൂടെ വന്നു കഴിഞ്ഞാൽ ഇരുമ്പോല അടിമാലി ഭാഗത്തേക്കാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ ഇതിലൂടെ വന്നപ്പോൾ പഴംപുളിച്ചാൽ ചപ്പാത്തി കഴിഞ്ഞ് കുറച്ചും കൂടി പോകുന്ന കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ചെറിയ ഗ്രൗണ്ടും കാര്യങ്ങളും കണ്ടു. അതല്ല, അതിൻ്റെ പ്രത്യേകത വേറൊരു അടിപൊളി ഒരു സംഭവം ഞാൻ കണ്ടു ഇവിടെ. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ദേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടോ, ദേ ഈ ഇവിടെ മരത്തേൽ എല്ലാ ചെരുപ്പുകളും ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ടോ. പന്ത്, ചെരുപ്പ്. നമ്മുടെ ഫോട്ടോ വെച്ചാണ് ആരെയും നോക്കി മിശിക കണ്ടോ. നല്ലൊരു അടിപൊളി കണ്ടോ. ചെരുപ്പുകളാണ് നിറച്ച് കെട്ടിത്തൂക്കിയിട്ടാണ് ഈ കണ്ടോ. ഈ മരത്തേടെ മൊത്തം ഷൂസും കാര്യങ്ങളാണ്. ഇവിടെ ഫുട്ബോൾ കളിക്കണ ഗ്രൗണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതിലൂടെ ഒരു ബസ് വരുന്നത് നിങ്ങളുണ്ടോ. അടിപൊളി സൂപ്പർ. ആ പച്ചപ്പിന് ഇടയിലൂടെ ഒരു ബസ് വരുന്നുണ്ടോ. ആ ബസ് ഇങ്ങോട്ടായിരിക്കും തന്നെ, ഇങ്ങനെ മാമലക്കണ്ടം പോണ ബസ്സായിരിക്കും. നമുക്ക് കാണാം കേട്ടോ. ഇവിടെ ഒരു ചെറിയ കെട്ടമുണ്ട്. അത് എന്ത് കെട്ടണമെന്ന് എനിക്കറിയത്തില്ല. അതിലും ബസ് ഇപ്പം വരും. അത് ഇവിടെ ഒരു ചെറിയ T4U എന്ന് പറഞ്ഞ ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. അവിടെ പിള്ളേർ തകർത്തുകൊണ്ടിരിക്കുക. ഫുട്ബോളിൻ്റെ മേളങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അടിപൊളി. ഈ മാമലക്കണ്ടം പോകുന്ന ഒരു ബസ്സാട്ടോ അതിലൂടെ വരുന്നത്. നമ്മുടെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതിലൂടെ പച്ചപ്പിലൂടെ ആ ബസ് വരുന്നത്. ബീനാമോൾ മാമലക്കണ്ടം നേരിടും. അടിപൊളി ബസ് ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ആണോ സൂപ്പർ. എന്ത് രസം നോക്കിയാൽ ബസ് ആ കാട്ടിലൂടെ ഇങ്ങനെ പോകാൻ, പച്ചപ്പിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടോ. അടിപൊളി നല്ല വൈബല്ലേ. അപ്പോൾ കേട്ടോ മാമലക്കണ്ടത്തിന് പോകുന്ന പഴംപുളിച്ചാൽ കഴിഞ്ഞാൽ കാട്ടിലൂടെയാണ്. ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. വഴിയിലൂടെ ആളുകളൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ടാവും. വണ്ടിയൊക്കെ നിർത്തി നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ ഒരു എന്നാ പറയുക നല്ല അടിപൊളി വൈബാണ് കാണാൻ. പകൽ ഇതിലൂടെ പോകാൻ പേടിക്കൊന്നും വേണ്ട. രാത്രി ഒരു 6 മണിയൊക്കെ കഴിച്ച് വരുമ്പോൾ നമ്മൾ നോക്കി കണ്ടു വന്നില്ലെങ്കിൽ ആനകൾ കാണും ഇവിടെ കേട്ടോ. ഇവിടെ ആളുകളൊക്കെ നിർത്തിയിട്ട് എന്നാ രസമാണ് നോക്കി ഇവിടെ കാണാൻ. നല്ല സൂപ്പറല്ലേ. ആ ബസ് കുറച്ചും പേരോട് പോയപ്പോൾ അത് പിടിക്കുക പറഞ്ഞ് ആ ബസ് ഇതിലൂടെ വന്ന് പിടിക്കണം. അതാണ് അടിപൊളിയാണ്. ഇവിടെ ഉണ്ട് ബൈക്കിൽ ഒത്തിരി ആൾക്കാരൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പാറയുണ്ട് കേട്ടോ. പാറ നമുക്ക് നോക്കാൻ കാട്ടുന്നുണ്ട് കേട്ടോ. ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കണ്ടോ. ഈ സൈഡിലോട്ട് നോക്കി അവിടെ ഒരു പാറയുണ്ട്. ആ പാറ നല്ല നല്ല അടിപൊളി വൈബാണ്. അങ്ങ് മുകളിലോട്ട് കയറി കാണാനൊക്കെ പറ്റും കണ്ടോ. കണ്ടോ അടിപൊളി ഒരു പാറയില്ല നോക്കി. അങ്ങനെ നടന്ന് കയറി പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാട്ടി നമ്മൾ കാട്ടിലൂടെ വന്നപ്പോൾ കണ്ടോ നല്ല മഞ്ഞാണ്. മഞ്ഞ് കണ്ടോ. കുളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ആളുകളൊക്കെ ഒന്ന് കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വെള്ളത്തിൽ ചാടി അർമാദിച്ച് നിൽക്കുവാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടത് നല്ല അടിപൊളി ഒരു തോടും പുഴയും ഒക്കെ കണ്ടു കേട്ടോ. പാടി മരത്തിൻ്റെ ഇടയിലൂടെ കണ്ടോ. എന്ത് രസം നോക്കി. നമ്മൾ ഈ മാമലക്കണ്ടം പോകുന്ന വഴി തന്നെ കേട്ടോ. അത് കണ്ടോ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. നല്ല രസം കേട്ടോ. നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നില്ല. അപ്പം എന്തായാലും നോക്കട്ടെ തണുപ്പുണ്ടോ നോക്കട്ടെ വെള്ളത്തിന്. നല്ല തണുപ്പുണ്ട്. നല്ല അടിപൊളി സൂപ്പർ. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നാ പറഞ്ഞാൽ അടിപൊളി ഒരു സ്ഥലം. സൂപ്പർ സ്ഥലം. എൻ്റെ ബാക്കിൽ നോക്കി എന്ത് രസമാണെന്ന് നോക്കി കാണാൻ. സൂപ്പറല്ലേ. നല്ല രസമുണ്ട്. മഴ മാറിങ്ങനെ സമയം കേട്ടോ. മഴ മാറിങ്ങനെ നമുക്ക് ഇറങ്ങാൻ പറ്റി. നല്ല മഴയായിരുന്നു രാവിലെയൊക്കെ. എൻ്റെ ബാക്കി ഉണ്ടത് നല്ല സൂപ്പർ സ്ഥലം. ഇവിടെയൊക്കെ നമുക്ക് മരത്തിന് വഴി കയറിക്കുന്ന ഫോട്ടോ ഇപ്പോൾ തെന്റ് കിടക്കുമായിരിക്കും. ഇപ്പോൾ കയറി താരം വന്നാൽ നമ്മൾ വന്ന വഴി മുകളിലാണ്. മുകളിൽ അവിടുത്തെ കുട്ടികളൊക്കെ ഒത്തിരി പേര് നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ വരുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകരുത്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്ന ആ വഴിയിലൂടെയാണ് മാമലക്കണ്ടത്തിന് നേരെ പോകുന്ന വഴി. ഈ വഴിയിലൂടെയാണ് നമ്മൾ വന്നത് കേട്ടോ. പഴംപുളിച്ചാൽ ഇരുമ്പാലം ഭാഗത്ത് നമ്മൾ വന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ ഇനി നേരെ പോകാൻ പോകുന്നത് ഈ വഴിക്കാണ്.
കുറത്തിക്കൂടി വഴിയാണ് റൈറ്റ് പാലം കയറിക്കേണ്ടത്. കുറത്തി ഭാഗത്തേക്കുള്ള വഴിയാണ്. ഇതിവിടെ ഇഷ്ടംപോലെ ആളുകളും ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. കണ്ടോ, വിശാലമായ ഷോർ, ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഫാമിലിയായിട്ട് എല്ലാവരും വന്ന് കുളിക്കുകയും എല്ലാം ചെയ്യുന്നൊരു സ്പോട്ടാണ്. നല്ല രസമുണ്ട്. കണ്ടോ, അത് നമ്മൾ പോകുന്ന റോഡിനോട് ചേർന്ന് തന്നെയാണ്. കണ്ടോ, ഇഷ്ടംപോലെ കുട്ടികളും എല്ലാവരും തന്നെ ഫാമിലിയായിട്ട് വരുന്നുണ്ട്, കുളിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ പേടിക്കണ്ട, പകലൊക്കെ വന്നാൽ കണ്ടോ എന്ത് രസം നോക്കി ഇവിടെ കണ്ടോ. ഈ പാറ കണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാം, ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ എല്ലാ സെറ്റപ്പും ഇത് ഇവിടെ ഉണ്ട്. കണ്ടോ, അടിപൊളിയാണ്. കണ്ടോ, വെള്ളം ദേ കറുത്ത് കലങ്ങി മറിഞ്ഞ് തവിട് കൂടിയായിട്ട് ഒഴുകണേ. ഇത് ഈ പാലം കണ്ടോ, ഈ പാലമാണ്. ഈ പാലത്തിലൂടെ പോയി കഴിഞ്ഞാൽ മൂന്നാറിനൊക്കെ പോകാൻ എളുപ്പമാണ്. പെട്ടെന്ന് ചെല്ലുമെന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ നമ്മളെ കടത്തി വിടില്ല. വഴിയൊന്നും ഓഫ് റോഡ് ജീപ്പ് മാത്രമേ ആ വഴിക്കടെ പോകുള്ളൂ, അല്ലാതെ വേറെ വണ്ടിയൊന്നും പോലെ. ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടം പോലെ വന്നുണ്ടോ, പാലത്തിൽ നിൽക്കണു, ഫോട്ടോ എടുക്കണു, വീഡിയോ എടുക്കണു. അടിപൊളി. താറ് ജീപ്പേൽ വന്ന് നിൽക്കണു. എന്തായാലും അടിപൊളി വൈബാണ്. നമ്മൾ കടത്തി വീടും കൂടെ പറഞ്ഞാൽ സൂപ്പറായനെ ഉള്ള അടിപൊളി. അപ്പോൾ ഗായ്സ്, നമ്മൾ മാമലക്കണ്ടം പോണ വഴിക്ക് ഇവിടെ ഒരു പ്ലേസിൽ ഇറങ്ങിയേക്കാണ്. ഇവിടെ നല്ല അടിപൊളി കിടിലം പ്ലേസാണ്. കണ്ടോ, വണ്ടിയൊക്കെ നിർത്താൻ പറ്റും, നല്ല സൗകര്യമുണ്ട്. കണ്ടോ, അത് ഇവിടെ വണ്ടികളൊക്കെ വരുന്നതാണ്. കണ്ടോ, ഇവിടെ നിറച്ച് വണ്ടികളൊക്കെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഫുഡ് കഴിക്കാൻ എല്ലാത്തിനും സൗകര്യമുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിലൂടെ ഒന്ന് പോയോ കേട്ടോ. അവിടെ ഒരു പുഴയൊക്കെ ഉണ്ട്, ചെറിയ തോട്, വെള്ളമൊക്കെ വന്ന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്ത് നല്ല മഴയാണ്. മഴയൊക്കെ പെയ്ത് നല്ല സെറ്റാണ്. ഇവിടെ കാണാൻ നല്ല രസമുണ്ടോ. കണ്ടോ, അടിപൊളി. കണ്ടോ, പാറ തെന്നി കിടക്കുവാണ്. ഇതിലൂടെ വരുമ്പോൾ സൂക്ഷിക്കണം. മഴ പെയ്ത് തുടങ്ങിയുള്ളെങ്കിലും തെന്നലുണ്ട്. കണ്ടോ, ഇപ്പോൾ കുളിക്കാൻ കൊള്ളില്ല കേട്ടോ. ഇപ്പോൾ പുതിയ മഴയൊക്കെ അങ്ങ് പെയ്ത് വന്നേ ഉള്ളൂ. അതുകൊണ്ടുണ്ടല്ലോ വെള്ളം കലങ്ങി പറഞ്ഞാൽ മതി. കുറച്ചങ്ങ് മഴ പെയ്ത് അങ്ങ് സെറ്റായി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറും. അടിപൊളി തെളിനീര് വെള്ളം പോലെയാവും. ഇപ്പോൾ മഴ പെയ്ത് മൊത്തം കലങ്ങി മറിഞ്ഞ് തവിട് കൂടി കിടക്കുക. അതുകൊണ്ടത് കൊള്ളാം. ഇവിടെയൊക്കെ ഇറങ്ങി ഇപ്പോൾ ഇറങ്ങരുത്, ഭയങ്കര ഡേഞ്ചറാണ്. അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങി കുളിക്കുകയോ അങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല പ്ലേസാണ് കേട്ടോ, അടിപൊളി. കണ്ടോ, അങ്ങോട്ട് വെള്ളം കൊടുക്കണുണ്ടോ, നല്ല രസമല്ലേ. അപ്പോൾ നമ്മൾ ഇറങ്ങിയത് മേളിൽ നിന്ന് കേട്ടോ, മുകളിൽ നിന്നാണ് ഇറങ്ങിയത്. അപ്പോൾ ഗായ്സ്, നമ്മൾ മാമലക്കണ്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിനും ഫേമസ് ആയ ഒരു സ്കൂളുള്ള മാമലക്കണ്ടം സ്കൂൾ. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇവിടുന്ന് റൈറ്റ് ആയിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് റൈറ്റ് ഉണ്ടോ, റൈറ്റാണ് നമുക്ക് പോകേണ്ടത്. ഇതായത് വൈറ്റ് കാറ് തന്നെ ഉണ്ടോ, ആ വൈറ്റ് കാറ് തന്നെ ഉണ്ട്, അതിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ മാമലക്കണ്ടം, കുട്ടമ്പുഴ അങ്ങനെ ഉള്ളുന്നതിന് ഭാഗത്തേക്കാണ്. നമ്മൾ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാണ് പോകുന്നത്. അപ്പോൾ റൈറ്റ് തിരിഞ്ഞ് പോകണം നമുക്ക്. ഈ ഇവിടെ റൈറ്റ് തിരിഞ്ഞ് ഈ പാലം കയറി പോയാലാണ് നമുക്ക് മാമലക്കണ്ടം സ്കൂളിലേക്ക് എത്താൻ പറ്റുള്ളൂ. ചെറിയൊരു പാലമാണ്. അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിറച്ച് ഓഫ് റോഡ് ജീപ്പുകളാണ് ഗായ്സ്. വണ്ടികളൊക്കെ ഇഷ്ടംപോലെ അവിടെ താഴെ വെളിയിൽ നിന്ന് വരുന്നുണ്ട്. ഓഫ് റോഡ് ഉണ്ട്. കൊയിനിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ, കൊയിനിപ്പാറ. ആ കൊയിനിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി കിടക്കണ വണ്ടികളാണ് ഇവിടെ മൊത്തം ഫുള്ള്. നല്ല മഴയാണ്, നല്ല മഴ. എല്ലാവരും കോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് തന്നെ. അങ്ങനെ ഗായ്സ്, നമ്മൾ മാമലക്കണ്ടം സ്കൂളിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ആണോ, സ്കൂളിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഞാൻ അവിടെ നിർത്തിയിട്ട് നമുക്കുള്ള കാഴ്ച കാണാം കേട്ടോ. സ്കൂളിൻ്റെ ഉള്ളിലൂടെ കാണാൻ പറ്റിയൊരു വെള്ളച്ചാട്ടം. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഭയങ്കര ട്രെൻഡിങ്ങും ഫേമസും ഭയങ്കര വൈറലായിട്ടുള്ളൊരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. മഴ പെയ്ത് നന്നായിട്ട് പെയ്ത് മാറി നിൽക്കുന്ന സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിന് നന്നായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്, ചാറുന്നുണ്ട്. ആ വെള്ളച്ചാട്ടം, സ്കൂളിൻ്റെ ഉള്ളിലൂടെ കാണുന്ന വെള്ളച്ചാട്ടം കണ്ടോ, അത് ഭയങ്കര ഒരു ഫീലാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ആ സ്കൂളിൻ്റെ അടുത്തേക്ക് ഫുള്ള് തിരക്കാണ്. ടൂറിസ്റ്റുകൾ മൊത്തം ഈ വഴിയാണ് വരുന്നത്. ഇവിടെ മൂന്നാറൊക്കെ പോകാൻ പറ്റും ആ വഴിക്കേക്കടെ. പിന്നെ നമ്മൾ സ്കൂളിൻ്റെ അടുത്ത് വന്നപ്പോൾ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ കടകൾ കാണും. നല്ല ചൂട് ചായ, ചൂട് പഴംപൊരി, കടകൾ അടിപൊളി. എല്ലാവരും മഴക്കോട്ടൊക്കെ ഇട്ട് ബൈക്കിലാണ് കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. അടിപൊളിയാണ്, ഭയങ്കര ഫീലാണ്. തണുത്ത് പറിച്ചിരിക്കുമ്പോൾ കണ്ടോ, ചില്ലുകൂട്ടിൽ നല്ല ചൂടൻ ബോളി, ചക്കയുടെ സുഖിയൻ, അങ്ങനെ എല്ലാ സാധനവും. അപ്പോൾ നമുക്ക് കയറി കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. മഴയത്തുണ്ടോ ചൂടൻ ബോഡി നല്ല ചട്ടി കിടന്ന് പൊരിഞ്ഞോണ്ടിരിക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞപ്പോഴല്ലോ സ്വർഗ്ഗം. എന്നാ പറഞ്ഞു, നല്ല തണുപ്പ് വെച്ചാൽ നല്ല തണുപ്പുണ്ട്. മഴ ഭയങ്കര മഴയായിരുന്നു അവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, തോട്ടക്കിട്ട ആളുകളൊക്കെ ഉണ്ടോ, എല്ലാവരും മുട്ട ഒഴുകിയതും എല്ലാം കഴിച്ച്. ഒത്തിരി ബൈക്കിലൊക്കെ വന്നുകൊണ്ട് മഴ മാറി നോക്കി ഏജ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ നമ്മളും നല്ല ചട്ടിയിൽ നിന്ന് കോരി എടുക്കണം. ചൂടൻ ബോളി ഓർന്ന് നോക്കിക്കണം. ചട്ടിയിൽ പൊരിച്ചോണ്ടിരിക്കുകയാണ് ബോളി. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ നോക്കിക്കണം. നമുക്കൊന്ന് വേണ്ടി കഴിച്ചു നോക്കാം. ചൂട് ബോളി, നല്ല ചൂട് തട്ട.
നല്ല കിടില മഴയായിരുന്നു. മഴ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ അവിടെ മഴ അങ്ങ് പെയ്താൽ കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ പാറയൊക്കെ വെള്ളം ഇടുന്നുണ്ട്. എന്തോരം വെള്ളച്ചാട്ടം അടിപൊളിയായിട്ട്. അടിപൊളി എന്നാ സെറ്റാ നോക്കി വെള്ളം ചാറിനെ. മാമലക്കണ്ണെന്ന് എഴുതിയ ആ ഒരു സെറ്റപ്പിലൂടെ വെള്ളം ചാർന്നു. നമ്മൾ വന്നപ്പോൾ വെള്ളം കുറവാകുന്നുണ്ട്, ഇപ്പോൾ നിറച്ച് വെള്ളമായി കണ്ടോ. എന്ത് രസമാണ്, അടിപൊളി സൂപ്പർ. കുറച്ച് നേരം ആകുമ്പോഴത്തേക്കുണ്ടല്ലോ വണ്ടികളൊക്കെ അവിടെ നിന്ന് ഇവിടെ ചറ പറയുന്നതെന്ന് ആളുകളൊക്കെ നിറഞ്ഞ് വഴി മൊത്തം ബ്ലോക്ക്. എന്തായാലും അടിപൊളി ഒരു അനുഭവമായിരുന്നു ഈ മാമലക്കണ്ണ യാത്ര. ആളുകളെല്ലാം വന്നു, തീരെ മഴയായി പോയി. എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, കിടുവാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതുപോലെ മഴയത്ത്. അടിപൊളി. പിള്ളേരായിട്ടും കൊച്ചുങ്ങളായിട്ടും എല്ലാവരായിട്ടും വന്നിട്ടുണ്ട് കണ്ടോ. തീരെ മഴ, എല്ലാവരും നിന്നിവിടെ ആസ്വദിക്കുകയാണ് മഴ. ഫോട്ടോ എടുക്കലും പരിപാടി എല്ലാം. വെള്ളച്ചാട്ടത്തിൻ്റെ ഇത് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നപ്പോൾ വെള്ളം കുറവായിരുന്നു, ഇപ്പോൾ തീരെ വെള്ളമായി. അടിപൊളി, ഒന്നും പറയാനില്ല, സൂപ്പർ. തീരെ മഴ എന്ന് വെച്ചാൽ തീരെ മഴയൊക്കെ ആയി. അടിപൊളി മഴ, ഒന്നും പറയാനില്ല. ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയിട്ട് നമ്മൾ ചുമ്മാ ഒന്ന് ട്രിപ്പിനിറങ്ങിയാണ്. ഓഫ് റോഡ് ജീപ്പുകളൊക്കെ ഉണ്ട്, ഒത്തിരി ജീപ്പുകളുണ്ടായിരുന്നു. എല്ലാം കൊയിനിപ്പാറ അവിടെ ജീപ്പ് സവാരിയുടെ ബോർഡ് വെച്ചാണോ മാമലക്കണ്ട ഓഫ് റോഡ് ജീപ്പ് സവാരി ബുക്കിംഗ് സെൻറ്റർ എന്നൊക്കെ വെച്ചാണോ. കൊയിനിപ്പാറ ആണോ. കൊയിനിപ്പാറയ്ക്ക് 2500 രൂപ ഓഫ് റോഡ് ജീപ്പ് സവാരി. മുനിപ്പാറ അവിടെയൊക്കെ എല്ലാം ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ടൂറിസ്റ്റുകളെല്ലാവരും ഇവിടെ വരുന്നുണ്ട്. വന്ന് മഴ നനഞ്ഞ് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് കണ്ടോ. ഒന്നും പറയാനില്ല ഗായ്സ്. അപ്പോൾ നമ്മളത് വെള്ളച്ചാട്ടം കണ്ടോ. നമ്മൾ വന്നപ്പോൾ ഇത്ര വെള്ളം ഇല്ലായിരുന്നല്ലോ, വെള്ളം കൂടി വരുന്നുണ്ട് കേട്ടോ. തീരെ വെള്ളമായി. അടിപൊളി. ഇനി മഴക്കാലമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിറച്ച് വെള്ളമായി കൂടെ വഴി ഉണ്ടോ. കൊള്ളാം, അടിപൊളി. ഈ റിസോർട്ടിലാണെങ്കിൽ ഇവിടെ പോയി നല്ല അടിപൊളിയായിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് താമസിക്കാം. അവിടെ നമുക്ക് ഇന്ന് വെള്ളച്ചാട്ടമൊക്കെ അടിപൊളിയായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാമലക്കണ്ടത്ത് മഴയോടുകൂടി വീഡിയോ എൻഡിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. തീരെ മഴയാണ്. നമ്മുടെ വീഡിയോ വെച്ച് എൻഡിപ്പിക്കുകയാണ്. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും. അതിലെല്ലാവർക്കും ബൈ.